ഇന്നും വൈകിയല്ലേ? കഴിഞ്ഞല്ലേ കുട്ടി നിന്റെ നീരാട്ട്? കുളപ്പടവിലേക്ക് ഇറങ്ങി വന്ന കാർത്യായനി അമ്മ ദേവികയെ നോക്കി ഉറക്കെ വിളിച്ചു ചോദിച്ചു. ചെമ്പരത്തിത്താളിയൊക്കെ പതപ്പിച്ച് നിന്ന നിന്റെ ബസ് പോകും കേട്ടോ. പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല, അവർ കൽപ്പടവിലേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അവരെ കണ്ടുകൊണ്ട് ദേവിക മുഖമുയർത്തി നോക്കി. ഈ മുത്തശ്ശി പതുക്കെ, എവിടെയെങ്കിലും വീഴും കേട്ടോ. ഇല്ലെന്നേ, നീ വേഗം കയറി വായോ, നേരം വൈകുന്നു. സമയം എത്രയും മുത്തശ്ശി? 7 മണിയാവാറായോ? ദേവികയാണെങ്കിൽ താളി പതപ്പിച്ചതെല്ലാം ഒരു ഓട്ടുപാത്രത്തിലേക്ക് പകർന്നുകൊണ്ട് അവരോട് തിരക്കി. 7 മണി കഴിഞ്ഞിരിക്കുന്നു കുട്ടിയെ. ശാരദ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ല്, അവർ ദേവികയെ നോക്കി പറഞ്ഞു. മുത്തശ്ശി എന്തിനാ ഈ വയ്യാത്ത കാലം വെച്ച് നേരത്തെ കുളിക്കാൻ ഇറങ്ങിയത്? ഇന്നലെ വൈകിട്ടും കൂടി ഞാൻ കൊട്ടം ചുക്കാതിത്തായാലോട്ട് ചൂട് പിടിച്ച് തന്നതല്ലേ. വേദന കൂടിക്കഴിഞ്ഞാൽ കാണാൻ ചേല്. ദേവിക ചെറുതായി ചുണ്ടിയെടുത്തു. ഇന്ന് പ്രദോഷമാണ് എൻ്റെ കുട്ടിയെ, അതുകൊണ്ടല്ലേ. എത്ര വയ്യെങ്കിലും ഈ ശീലം മാത്രം ധരിക്കാൻ മുത്തശ്ശിക്കാവില്ല മക്കളെ. ചെറുതിലേ തൊട്ടെടുക്കണതാ, കാർത്തിയാനിയമ്മ ഭക്തിപൂർവ്വം പറഞ്ഞു. ശരിയാട്ടോ, ഇന്ന് പ്രദോഷമാണ്, ഞാനത് മറന്നു. ചെമ്പരത്തിത്താളിയുടെ മെഴുക്കെല്ലാം മുടിയിൽ നിന്ന് ചെറുപയർ പൊടിയിട്ട് കഴുകിക്കളഞ്ഞിട്ട് ദേവിക വേഗം തല തുവർത്തി കയറി. മതി മതി നിന്റെ കുളിയും തേവാരവുമെല്ലാം, വേഗം ചെല്ലാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇന്നും ബസ് കിട്ടില്ല കേട്ടോ. അലക്കി പിഴിഞ്ഞ വേഷമെടുത്ത് തോളത്തിട്ടുകൊണ്ട് അവൾ പടവുകൾ ഒന്നൊന്നായി കയറി. എന്തെങ്കിലും കഴിച്ചിട്ട് പോണം, ഇല്ലെങ്കിൽ വയറ് കാളും. മുത്തശ്ശി പറഞ്ഞത് കേട്ടുകൊണ്ട് അവൾ പിന്നാമ്പുറത്തേക്ക് ഓടി. വേഗം ആവട്ടെ ദേവു, നീ ഇന്നും താമസിച്ച് ചെല്ലാനാണോ ഭാവം? എത്ര പറഞ്ഞാലും കേൾക്കില്ല അല്ലേ? ശാരദ മകൾ വരുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു. ഇത് ശ്രീദേവിക, കിഴക്കേടത്ത് മാധവ വാര്യരുടെയും ശാരദയുടെയും ഇളയ മകൾ. ഡിഗ്രി ചെയ്യുകയാണവൾ. ഇത് 3-ാം വർഷം. ഇവൾക്ക് മൂത്തതായി ഒരു മകൾ കൂടിയുണ്ട്. മാധവൻ വാര്യർക്കും ശാരദയ്ക്കും. ശ്രീലക്ഷ്മി MBA ചെയ്യുകയാണവൾ. ദേവികയേക്കാൾ സുന്ദരിയാണ് ലക്ഷ്മി. വിളഞ്ഞ ഗോതമ്പിന്റെ നിറമാണ്. തോളൊപ്പം വെട്ടിയ കളർ ചെയ്ത മുടിയാണ് ലച്ചുവിനെങ്കിൽ പനങ്കുല പോലത്തെ കറുകറുത്ത മുടിയാണ് ദേവുവിന്. പരിഷ്കാരിയാണെങ്കിലും ആരും മോഹിക്കുന്ന സൗന്ദര്യമാണ് പക്ഷേ ലച്ചുവിന്. ദേവികയാണെങ്കിൽ ഒരു തനി നാട്ടിൻ പുറത്തുകാരിയും. പഠിക്കുന്ന കാലത്തൊക്കെയും ആ നാട്ടിലെ ആൺകുട്ടികളെല്ലാവരും ലച്ചുവിൻ്റെ പിന്നാലെ വരും. പക്ഷെ അവളാണെങ്കിൽ ആരെയും ഗൗനിക്കുക പോലുമില്ലായിരുന്നു. സൗന്ദര്യമുള്ളതുകൊണ്ട് അതിൻ്റെതായ ലേശം അഹങ്കാരം അവൾക്കുണ്ടായിരുന്നു താനും. ദേവുവിൻ്റെ ഒരു പതുങ്ങിയ സ്വഭാവമാണ്. എല്ലാവരോടും വളരെയധികം വിനയവും ബഹുമാനവും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു പാവം കുട്ടിയാണ് ദേവു. അമ്മേ, ഇന്നെന്താ കാലത്ത് കഴിക്കാനുള്ളേ? ഈറൻ മുടിയിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന വെള്ളം പിഴിഞ്ഞു കളഞ്ഞ് കൊണ്ട് ദേവിക അടുക്കളയിലേക്ക് ചെന്നു. ദേ, നിനക്കുള്ള ദോശ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, അതെടുത്ത് കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ നോക്കുമോളെ. ശാരദ ഭർത്താവിനുള്ള ചായയുമായി വന്നുകൊണ്ട് പറഞ്ഞു. അമ്മേ, എനിക്ക് ഈ ദോശയൊന്നും വേണ്ട, കുറച്ച് ചൂട് ചോറെടുക്കുക. ആ നെയ്യും ഇത്തിരി കടുകും കറിവേപ്പിലയിട്ട് വറുത്ത് മീതി ഒഴിച്ചാൽ മതി. എൻ്റെ കുട്ടി നേരം വൈകും. ഇല്ലമ്മേ, ചായ ഞാൻ അച്ഛന് കൊടുക്കാം. ദേവിക അമ്മയുടെ കയ്യിൽ നിന്നും അച്ഛന് കൊടുക്കാനുള്ള ചായ മേടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ കുട്ടിയുടെ ഒരു കാര്യം, ഒരു പലഹാരവും വേണ്ട. അവർ കറിവേപ്പില എടുക്കാനേ കിഴക്കുവശത്തേക്ക് വേഗം നടന്നു. വാര്യരേ, അകത്തേക്ക് നോക്കി ഒരു പ്രത്യേക നോണത്തിൽ അവൾ വിളിച്ചു. നിനക്ക് കളി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അയാൾ വാത്സല്യപൂർവ്വം മകളുടെ ചെവിയിൽ പിടിച്ചു. അച്ഛാ, ഇന്നത് നേരത്തെ റെഡിയായോ? ഓഫീസിൽ പോകുവാനായിട്ട് നേരം ആകുന്നേ. ദേവിക അച്ഛനോടായി ചോദിച്ചു. ഇന്ന് നമ്മുടെ ബാലകൃഷ്ണൻ്റെ മോളുടെ ചെക്കൻ്റെ വീട്ടുകാർ ഇന്ന് വരികയല്ലേ? കാലത്തെ അവിടെ ചെന്ന് മുഖം കാണിക്കണം. ഓഫീസിൽ പോകാതിരിക്കാനും കഴിയില്ല മോളെ, ഒരു മീറ്റിംഗ് ഉണ്ട്. ചായ മേടിച്ച് ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മാധവ വാര്യർ അടുത്തുള്ള സഹകരണ ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ്. ബാലകൃഷ്ണൻ അയാളുടെ ഏറ്റവും അടുത്ത ഒരേ ഒരു സുഹൃത്താണ്. നീലിമ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു. ഇന്നാണല്ലേ അത്? എനിക്കാണെങ്കിൽ ഇന്ന് എക്സാമും ഉണ്ട്. അച്ഛനോട് ചായക്കപ്പ് തിരികെ മേടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം മോളെ, നീ വൈകുന്നേരം പോയാൽ മതി അവിടേക്ക്. ശരി അച്ഛാ. അമ്മ നെയ്മപ്പിക്കുന്ന മണം വരുന്നുണ്ടല്ലോ. നീ ദോശയുമായി ഇന്നും സമരമാണല്ലേ? വാര്യര് മണം പിടിക്കുന്നത് കണ്ടവൾ വേഗം അടുക്കളയിലേക്ക് ഓടി. നീലിമയ്ക്കും ലച്ചിനും ഒരേ പ്രായമാണ്. അവളുടെ കല്യാണമാണ് ഇന്ന് ഉറപ്പിക്കുന്നത്. ഇവിടെ ഒരുത്തിക്ക് അത് പറയുമ്പോൾ ഹാലിളകും.
ശാരദ മകളുടെയും ഭർത്താവിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു, ലച്ചുവിൻ്റെ പഠനം ഈ മാസം കൊണ്ട് തീരുമല്ലോ, വരട്ടെ എന്നിട്ട് നോക്കാം. വായർ അതും പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിച്ചു. ഈ കളർ ചേരുവാമേ, അതോ ഇരുണ്ടു പോകുമോ? വയലറ്റ് നിറമുള്ള ഒരു ചുരിദാറും പിടിച്ചുകൊണ്ട് ദേവു അമ്മയുടെ അരികിലേക്ക് വന്നു. ചേരും മോളെ, നിനക്ക് എല്ലാ നിറവും ചേരുമല്ലോ, അത്രയ്ക്ക് കളർ കുറവൊന്നും എൻ്റെ കുട്ടിക്കില്ല, ശാരദ പറഞ്ഞു. ദേവു ആ ചുരിദാറുമായിട്ട് അകത്തേക്ക് പോയി. ദേവൂട്ടിക്കാണെങ്കിൽ എപ്പോഴും നിറം കുറവതിന് സങ്കടമാണ്. എല്ലാ കളറും ചേരില്ല എന്നൊക്കെയാണ് കുട്ടിയുടെ തോന്നൽ, ശാരദ ഭർത്താവിനെ നോക്കി പറഞ്ഞു. അത് അയാൾക്കും അറിയാം. ലച്ചുവിന് മാതാപിതാക്കളുടെ ഛായയാണെങ്കിൽ ദേവുവിന് വാര്യരുടെ അമ്മയുടെ മുഖമാണ് കിട്ടിയത്. ഇരുനിറമാണെങ്കിലും ഐശ്വര്യവും കുലീനതയും ദേവൂട്ടിക്ക് ആവോളമുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും അവൾക്ക് ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും നിറം കിട്ടിയില്ല എന്ന പരാതി മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയെ, ഞാൻ ഇറങ്ങുക കേട്ടോ. ദേവൂട്ടി ബാഗും എടുത്ത് പോവാനായി ഇറങ്ങി. ഒന്ന് നിൽക്ക എൻ്റെ കുട്ടിയെ, ഇതാ ഇപ്പം വരാം. ശാരദേ, ഈ നേരത്തിന് തുമ്പെന്നെടുത്ത് തന്നേ. ഇപ്പോഴാണ് കുട്ടിയുടെ കൂടെ പോവാം. വാര്യത്തെ സുലോചന ഇന്ന് അമ്പലത്തിലേക്ക് ഇല്ല അത്രേ. കാർത്തിയായമ്മ വേഗം തന്നെ ദേവൂട്ടിക്കൊപ്പം പോകാനായി ഇറങ്ങി വന്നു. ചിക്കു ഇപ്പം പോയി കാണുവാൻ കൃഷ്ണ, ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. ദേവു ബഹളം വെക്കാൻ തുടങ്ങി. നീ താളിയും പതമിച്ചിരുന്നിട്ടില്ലേ, എന്നിട്ട് ഇപ്പം എനിക്കായി കുറ്റം. ശാരദേ, ഞാൻ ഇറങ്ങുവാട്ടോ. പഴയൊരു വള്ളിച്ചെരുവ് വിട്ട് മുത്തശ്ശിയും അവൾക്കൊപ്പം ഇറങ്ങി നടന്നു. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ചെമ്മൺ പാത ലക്ഷ്യമാക്കി അവർ രണ്ടുപേരും നടന്നു. കൊയ്ത്തടുക്കാറായി അല്ലേ മുത്തശ്ശി? ദേവു കാർത്തിയാനി അമ്മയെ നോക്കി. കണ്ടില്ലേ, എല്ലാം കനകവർണം പേറി കിടക്കുമല്ലേ കുട്ടി? അവർ വിളവൊത്തു കിടക്കുന്ന നെൽക്കതിരുകളിലേക്ക് നോക്കി. പണ്ട് മുത്തശ്ശനുള്ള കാലത്ത് കൊയ്ത്തടക്കുമ്പോൾ എന്തൊരു ഉത്സവമായിരുന്നു, എന്തുമാത്രം വേലക്കാരായിരുന്നു. ചമയിൽ കിട്ടാത്തതിൻ്റെ പെണ്ണിൻ്റെ പാട്ട് കേൾക്കാൻ നീയും ലച്ചുവും കൂടി അപ്പൂപ്പൻ്റെ പിറകെ വന്ന് നിൽക്കും. ചിരുത എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. എന്തൊരു ഈണത്തിലാണ് ആ പെണ്ണ് പാടുന്നത്. ഹോ, അതൊക്കെ ഒരു കാലം. അതേ തമ്പ്രാട്ടി, ഗതകാല സ്മരണകൾ ഉരുട്ട് നടക്കാതെ വേഗം വരിക. ചിക്കു പോകും. ദേവു മുത്തശ്ശിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് മുന്നേ നടന്നു. മുത്തശ്ശി അമ്പലത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞുപോയി. ദേവു ബസ് സ്റ്റോപ്പിലും നിറയെ ആളുകളെയും കുത്തി നിറച്ചുകൊണ്ട് ചിക്കു വരുന്നുണ്ട്. ഒരു തരത്തിൽ ദേവൂട്ടിയും അതിൽ വലിഞ്ഞു കയറി. ശ്വാസം പോലും അടക്കി പിടിച്ചു വേണം നിൽക്കാൻ. കോളേജിലെത്തിയപ്പോൾ ഇത്തിരി താമസിച്ചിരുന്നു. ഹരിസാർ എത്തിയിരുന്നു ക്ലാസ്സിൽ. ശ്രീദേവിക ലേറ്റായിപ്പോയോ ഇന്നും? അകത്തേക്ക് വരാൻ കൈ കാണിച്ചുകൊണ്ട് സാർ ഉറക്കയൊക്കെ ചോദിച്ചു. ബസ് താമസിച്ചാണ് സർ, അവൾ പറഞ്ഞു. ആ നാട്ടിലോ കൂടി ഓടുന്ന ഏക ബസ്സാണ് ചിക്കു. അതിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് ഹരിസാർ. ചെറുപ്പക്കാരനായ സാറുകാണ് എല്ലാ പെൺകുട്ടികളുടെയും ആരാധനാമൂർത്തി. ഈ മാസം കൊണ്ട് ക്ലാസ് തീർന്നു പോകുന്നതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾക്ക്. സാറാണെങ്കിൽ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. ഇടയ്ക്കൊക്കെ സാറിൻ്റെ നോട്ടം ദേവുവിൻ്റെ നേർക്ക് പാഞ്ഞു. പാവം, അവൾക്കതൊന്നും മനസ്സിലായില്ല താനും. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. ലച്ചുവിനും ദേവുവിനും പരീക്ഷാ തിരക്കുകളാണ്. രണ്ടുപേർക്കും ഈ ആഴ്ച കൊണ്ട് ക്ലാസ് തീരും. നീലിമച്ചിയുടെ കല്യാണത്തിന് നീ വരില്ലേ ലച്ചൂട്ടി? ഒരു ദിവസം ലച്ചു വിളിച്ചപ്പോൾ ദേവു ചോദിച്ചു. കല്യാണത്തിൻ്റെ തലേന്ന് എൻ്റെ എക്സാം തീരും, എന്നിട്ട് വേണം എത്താൻ. നീ ചുരിദാർ എടുക്കുന്നില്ലേടി? ലച്ചു അനുജിത്തിയോട് ചോദിച്ചു. നേരത്തെ എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക. ചേച്ചി വന്നിട്ട് എടുക്കാമെന്ന് ഓർത്തായിരുന്നു. ഇനി എങ്ങനെയാണവോ? ദേവു ആലോചനയിലിരുന്നു. നീ അമ്മയും കൂട്ടിപ്പോയി എടുക്കൂട്ടി. എൻ്റെ ആ മെറൂൺ ചുരിദാറിൻ്റെ അളവിൽ എനിക്കൂടി തയ്പ്പിച്ചാൽ മതി, ലച്ചു പറഞ്ഞു. ഏത് നിറമാണ് വേണ്ടത്? ഏതെങ്കിലും എടുത്തോ നീ. എനിക്ക് പിന്നെ എല്ലാ നിറവും ചേരുമല്ലോ. ഞാൻ അമ്മയോട് പറയാം ചേച്ചി, എന്നിട്ട് വിളിക്കാമേ. അവൾ ഫോൺ വെച്ചു. ലച്ചു അടുക്കളയിലേക്ക് ചെന്നു. അമ്മയാണെങ്കിൽ വെള്ളരിക്കാൻ നുറുക്കുകയാണ്. മോരൊഴിച്ച് പുളിശ്ശേരി വെക്കാനായി. അമ്മേ, എന്താ മോളെ? ലച്ചു ചേച്ചി വിളിച്ചു. ആണോ? ചേച്ചിക്കോട് നമ്മൾ ചുരിദാർ മെറ്റീരിയൽ എടുത്തോളാൻ, എന്നിട്ട് തയ്പ്പിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ചേച്ചി വരുന്നത് ലേറ്റായിട്ടല്ലേ? എന്നാൽ പിന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി പോവാം. അവളെ നോക്കിയിരുന്ന ഒന്നും നടക്കില്ല. ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് ചേച്ചിക്ക് എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ഫോട്ടോ വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യട്ടെ അമ്മേ. അങ്ങനെ വല്ലതും മതി മോളെ.
തൊടിയിൽ നിന്നും മുത്തശ്ശി പറിച്ചെടുത്ത കുറച്ച് അച്ചിങ്ങ പയറ് കഴുകി വാരാൻ മരി അവർ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ദേവു ചെന്ന് അതെടുത്ത് മെഴുക്കുവരട്ടി വെക്കാൻ അരിഞ്ഞു വെച്ചു. അപ്പോഴാണ് മുത്തശ്ശി അവിടേക്ക് വന്നത്. ഇതാ ദേവു, ഇത് വെച്ചോളൂ. വാഴയിലയിൽ പൊതിഞ്ഞ ഒരു പൊതിയെടുത്ത് അവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്താ മുത്തശ്ശി? സുലോചന തന്നതാ, കസ്തൂരി മഞ്ഞൾ. അവരുടെ തറവാട്ടില് കിഴക്ക് നാട്ടിൽ നിന്ന് ആരോ വന്നൂന്ന് ആ കൂട്ടർ കൊണ്ടുവന്ന് കൊടുത്തതത്രേ. പാൽപ്പാട ചേർത്ത് പുരട്ടിയാൽ മതിയെന്ന്. നല്ലോണം നിറം വെക്കും പോലും. ഓ, എനിക്ക് ഈ നിറമൊക്കെ മതി മുത്തശ്ശി. ഇനി ഇത് അരച്ച് പുരട്ടാനൊന്നും എനിക്ക് വയ്യ. അവൾ നാളികേരം എടുത്ത് ചുരണ്ടുകയാണ് പുളിശ്ശേരി വെക്കാൻ വേണ്ടി. ശാരദേ, ഒതുക്കുകയില്ലൊന്ന് അമർത്തി ഉരച്ചാൽ മതി. നല്ലോണം അരഞ്ഞു വരും. കുട്ടിക്ക് മടിയാണെങ്കിൽ നീ ഒന്ന് ചെയ്തു കൊടുക്ക്. അവർ ഒന്ന് മൂളി. എൻ്റെ അമ്മേ, എനിക്ക് ഈ വക ഒരു സാധനവും വേണ്ട. ഓരോരോ പരിപാടികൾ ചെയ്ത് ടൈം പോകാൻ. ദേവു ആണെങ്കിൽ ഒന്ന് മുത്തശ്ശിയുടെ കവിളിൽ പിടിച്ചു. എൻ്റെ കുട്ടിക്ക് ഈ മുത്തശ്ശിയുടെ നിറവും ചന്തവും അല്ലേ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു സങ്കടം. എനിക്ക് തോന്നി അവസാനം ഇതാവും പറഞ്ഞു വരുന്നതെന്ന്. ആദ്യം അമ്മയ്ക്കിട്ടൊരു കുഞ്ഞടി വെച്ചു കൊടുക്കല്ലേ ദേവു. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം, അത്രയ്ക്ക് നിറം കുറവൊന്നും എനിക്കില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നേ? ദേവു ആണെങ്കിൽ അവരെ നോക്കി പേടിപ്പിച്ചിട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. പരീക്ഷയുടെ തിരക്കുകളെല്ലാം ഇന്നുകൊണ്ട് കഴിയും. ദേവൂട്ടിക്ക് ആകെ ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെട്ടു. ഇന്ന് തൻ്റെ കലാലയ ജീവിതവും അവസാനിക്കും. ആദ്യമായി കോളേജിലേക്ക് പേടിച്ചു പോയതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. 3 വർഷം പോയത് എത്ര പെട്ടെന്നാണ്.